Welcome back to Axonus Learning online classes. So, നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 36th ക്വസ്റ്റ്യനിലെ ബി ആണ്. അതായത് ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് എയോ ബിയോ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 36ലെ എ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ? So what are the cultural factors of social change? Social change ന്റെ cultural factors എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. What are the cultural factors of social change? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ്. അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ നോക്കി പോരുന്നുണ്ട് അല്ലേ. എന്താണ് ഈ സോഷ്യൽ ചേഞ്ച്, അതിൻ്റെ പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്, അതിൻ്റെ ഫാക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നു. ഇപ്പോൾ കുറേ ക്ലാസ്സിലായിട്ട് നമ്മൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇനി സോഷ്യൽ ചേഞ്ചിൻ്റെ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ടൈം ഒന്നും കളയേണ്ട, പെട്ടെന്ന് തന്നെ നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്, ദ കൾച്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് പ്രൈമറിലി റിലേറ്റഡ് ടു ദി ചേഞ്ചസ് ഇൻ ഐഡിയാസ് ആൻഡ് വേ ഓഫ് ലൈഫ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ഐഡിയകളിലും അതുപോലെ തന്നെ വേ ഓഫ് ലൈഫിലും ജീവിത രീതിയിലും വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിംപ്ലി സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് മുമ്പുണ്ടായിരുന്ന അതേ സംഭവങ്ങളല്ല ഇന്ന് ഉള്ളത്. അത് ടെക്നോളജി ആവട്ടെ, കൾച്ചർ ആവട്ടെ, ഡ്രസ്സിങ് സ്റ്റൈലാവട്ടെ, നമ്മുടെ ഐഡിയാസ് ആവട്ടെ, എന്തുമാവട്ടെ, എല്ലാം എന്താണ്, ഇറ്റ്സ് ചേഞ്ച്ഡ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച്. അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചിൻ്റെ അതിന് വേണ്ടി ചില കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് ആണ്. കൾച്ചറൽ, അതായത് ഐഡിയാസും ബിലീഫ്സും വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. കൾച്ചറൽ ഫാക്ടേഴ്സ് മെയിൻലി ഇൻക്ലൂഡ് ഐഡിയാസ്, നോളേജ്, വാല്യൂസ്, beliefs, invention and how cultures share things. Culture provide the foundation for new invention and discoveries. അതായത് കൾച്ചറൽ ഫാക്ടേഴ്സിൽ ആയിട്ടുള്ള ഐഡിയാസിൽ, നോളേജിൽ, വാല്യൂസിൽ, ബിലീഫ്സിൽ, ഇൻവെൻഷൻസിൽ അതൊക്കെ എന്ത് വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻവെൻഷൻസും ഡിസ്കവറീസും നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ്, ദാറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച്. ഏത് ഫാക്ടറാണ്, അതൊരു കൾച്ചറൽ ഫാക്ടർ കൊണ്ടുവരുന്ന ചേഞ്ചാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എനി ചേഞ്ച് ഇൻ വാല്യൂസ്, ബിലീഫ്സ് വിത്തിൻ എ ഗ്രൂപ്പ് ഡയറക്ട്ലി കോസ് ചേഞ്ച് ഇൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ചേഞ്ച് ഇൻ വാല്യൂസ് ക്യാൻ ആൾട്ടർ എ ഫാമിലി. ഇതെന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഇമ്പാക്റ്റും സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ വാല്യൂസിലാവട്ടെ, ബിലീഫ്സിലാവട്ടെ, അതെന്താണ്, ഗ്രൂപ്പ്സിൽ ഡയറക്ട്ലി കോസസ് ചേഞ്ചസ് എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച്, ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഈ ഒരു കൾച്ചറൽ ഫാക്ടേഴ്സിന് പറ്റിയിട്ടുണ്ട്. അതെന്താണ്, ഈ ബിലീഫ്സും ഐഡിയാസും ഒക്കെ എന്താണ്, കൾച്ചറൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഈ വാല്യൂസും ബിലീഫ്സും ഒക്കെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. അത് ഒരുപാട് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻഷിപ്പ് സച്ച് ആസ് ദ ഷിഫ്റ്റ് ഫ്രം ജോയിൻറ്റ് ഫാമിലീസ് ടു ന്യൂക്ലിയർ ഫാമിലി. അതെന്താണ്, ഒരു ജോയിൻറ്റ് ഫാമിലി എന്നുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നും നമ്മളെന്ത് ഇന്ന് എത്തി നിൽക്കുന്നത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ്. അതൊരു ഷിഫ്റ്റ് അല്ലേ, അതൊരു ചേഞ്ച് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. നെക്സ്റ്റ് കൾച്ചറൽ കോണ്ടാക്റ്റ് ആണ്. കൾച്ചറൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്നൊക്കെ പറയും. രണ്ട് കൾച്ചറുകൾ തമ്മിൽ കലരുമ്പോൾ രണ്ട് കൾച്ചറിലും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ രണ്ട് കൾച്ചറിലും പടരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡിഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, സോ സോഷ്യൽ ചേഞ്ച് ക്യാൻ ഹാപ്പൻ വെൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ഹാവ് കൾച്ചറൽ കോണ്ടാക്ട്. പല
സൊസൈറ്റീസ് തമ്മിൽ കൾച്ചറൽ കോണ്ടാക്ട് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഡിഫ്യൂഷൻ ഉണ്ടാവുന്നത്. സൊസൈറ്റി ബോറോ അഡോപ്റ്റ് ന്യൂ കൾച്ചറൽ ഐറ്റംസ് ആൻഡ് ടെക്നോളജി ഫ്രം അതേഴ്സ്. സൊസൈറ്റി എന്ത് ചെയ്യുന്നു? കൾച്ചറൽ ഐറ്റംസും ടെക്നോളജിയും എന്ത് ചെയ്യുന്നു? മറ്റുള്ള കൾച്ചറുകളിൽ നിന്ന് ബോറോ ചെയ്യുന്നു. അതെന്താണ്? അതൊരു കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന സോഷ്യൽ ചേഞ്ച് ആണ്. ഇത്രേ പറയുന്നുള്ളൂ. രണ്ട് കൾച്ചറുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കോണ്ടാക്റ്റിൽ വരുമ്പോൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. എന്തിന്? അതിഥി തൊഴിലാളികളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാനിപ്പൂരി അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒരു സോഷ്യൽ ചേഞ്ചാണ്. അതെന്താണ്? അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ വന്നിട്ടുള്ളതാണ്. ഇനി മാരേജ് ഫോംസ് എടുക്കുക. ഹാൽദി, മെഹന്തി, സംഗീത് നൈറ്റ് ഇവിടെ കേരളത്തിലുള്ളതായിരുന്നു അല്ല, അത് മറ്റുള്ളൊരു കൾച്ചറിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ചേഞ്ചിന് കൾച്ചറൽ ഫാക്ടേഴ്സ് ഒരു കാരണമാണ്. നെക്സ്റ്റ് കൾച്ചറൽ ലാഗ്. കൾച്ചറൽ ലാഗ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ചേഞ്ചസ് ഹാപ്പൻ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ്. മെറ്റീരിയൽ തിങ്സ് ആയിട്ടുള്ള ടെക്നോളജി എന്ത് ചെയ്യും? പെട്ടെന്ന് അപ്ഡേറ്റഡ് ആവും. ടെക്നോളജി പെട്ടെന്ന് വരും. പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള ബിലീഫ്സും റിലീജിയൻസും ഐഡിയോളജിയും ആ ടെക്നോളജിക്ക് ഒത്തെന്തില്ല, ചിലപ്പോൾ വരില്ല. ടെക്നോളജി ഡെവലപ്പായി, ഐഡിയാസും ബിലീഫ്സും എന്ത് ചെയ്തില്ല? ടെക്നോളജിക്ക് അനുസരിച്ച് ഡെവലപ്പായില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഡിഫറൻസ് ഉണ്ടാവും, സ്പീഡിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്ത് ഫാക്ടേഴ്സ്? കൾച്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൂടെ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൈലൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് കാലങ്ങളാണ്. വേദിക് പീരീഡ് മുതലാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് വരുന്നത്? കാസ്റ്റ് സിസ്റ്റം വരുന്നത്. വേദിക് പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 1500 BC മുതൽ 600 BC വരെയാണ് നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റുക? വേദിക് പീരീഡ് എന്ന് പറയാൻ പറ്റുക. ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ 600 വരെയാണ് നിങ്ങൾക്ക് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ വേദിക് പീരീഡിലാണ് കാസ്റ്റ് സിസ്റ്റം എന്നുള്ള ഒരു സംഭവം എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരുന്നത്. 4 വർണ്ണാസാണല്ലോ, 4 കാസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ് എന്ന് പറയുന്ന 4 കാസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. അത് അവരുടെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ജനിക്കുന്നതിനനുസരിച്ചായിരുന്നു. ബൈ ബോൺ ആണ് അവർക്ക് ഈ ഒരു കാസ്റ്റ് കിട്ടുന്നത്. അതങ്ങനെ നിലനിർത്തി പോന്നു. ഇന്ന് പല പല കാസ്റ്റുകളുണ്ട്, അതിൻ്റെ സബ് കാസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. പിന്നെ ജാതീസ് ഉണ്ട്. അതെന്താണ്? റീജിയൻ ബേസ്ഡ് ആയിരിക്കും ജാതീസ് എന്ന് പറയുന്നത്. ഈ ജാതി എന്തായിരിക്കും? ഒരു റീജിയണിൽ 4000-ഓളം ജാതികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് എന്ത്? ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ പ്രിവലൻ്റ് ആണ്, നിലനിൽക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകതകൾ, ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ബർത്ത്. അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് ബർത്തിനനുസരിച്ചായിരിക്കും. ഒരാൾ ബ്രാഹ്മിണാണ്, ആ ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണായിരിക്കും, ക്ഷത്രിയൻ്റെ മകൻ ക്ഷത്രിയനായിരിക്കും. അപ്പോൾ അതൊരു ഹെറിഡിറ്ററി ആയി, പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇന്ത്യൻ സോഷ്യൽ ഓർഗനൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് കാസ്റ്റ് മെമ്പർഷിപ്പ് ഡിസൈഡഡ് ബർത്ത് ആൻഡ് ഹെറിഡിറ്ററി. അതൊരു ഹെറിഡിറ്ററി ആയിട്ട് ബർത്തിലൂടെ കിട്ടുന്നതാണ്. ഓക്കെ, ബോൺ ഇൻ ടു ദർ സ്പെസിഫിക് കാസ്റ്റ് ഗ്രൂപ്പ്. ഒരു കാസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട്. വലുതിൽ നിന്ന് ചെറുതിലോട്ട്, വലിയ കാസ്റ്റ്, അതിൻ്റെ താഴെയുള്ള കാസ്റ്റ്, അതിൻ്റെ താഴെയുള്ള കാസ്റ്റ്, അതിൻ്റെ താഴെയുള്ള കാസ്റ്റ്, അങ്ങനെയുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ റാങ്കിങ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിനുണ്ട് എന്നാണ് പറയുന്നത്. കാസ്റ്റ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ ഫിക്സ്ഡ് ഹൈറാർക്കി. ദിസ് റാങ്കിങ് പ്ലേസസ് ഗ്രൂപ്പ് ഹയർ ലോവർ ബേസ്ഡ്. അതായത് ഹയർ ലോവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മുടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അത് ഒരു പ്രത്യേകതയാണ്. എക്സാമ്പിൾ അല്ല, പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ, ദോസ് അസോസിയേറ്റഡ് വിത്ത് പ്യുവർ ഒക്കുപ്പേഷൻ ലൈക്ക് ബ്രാഹ്മിൻ പെർഫോമിംഗ് റിച്വൽസ് ആൻഡ് റാങ്ക്ഡ് അറ്റ് ദി ടോപ്പ്. ഇതിൽ ടോപ്പിൽ നിൽക്കുന്ന കാസ്റ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മിണാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു റാങ്കിങ് ബേസ് ചെയ്തുകൊണ്ട് അവിടെ റിച്വൽസ് പെർഫോം ചെയ്യുന്നതും എഡ്യൂക്കേഷൻ കൂടുതൽ കിട്ടുന്നതും ആർക്കായിരിക്കും? ഈ ഒരു ബ്രാഹ്മിണായിരിക്കും. അതാണ് റാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്
ഫീച്ചർ എന്ന് പറയുന്നത് മാരേജ് റൂൾസ് ഉണ്ടായിരിക്കും. കാസ്റ്റിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അതല്ല ഇങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടത് കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് മാരേജ് റൂൾസ് എവിടെ വരുന്നുണ്ട്, നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൂൾസ് ഈസ് എൻഡോഗാമി, മീനിങ് മെമ്പേഴ്സ് കാസ്റ്റ് മസ്റ്റ് ഓൺലി മാരി വിത്തിൻ ദെയർ ഓൺ കാസ്റ്റ്. എൻഡോഗാമി ആണ് മെയിൻ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. എൻഡോഗാമി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി അല്ല അവരുടെ കാസ്റ്റിൽ നിന്നുള്ള ആളുകളെ മാത്രം വിവാഹം കഴിക്കുക, അതാണ് എൻഡോഗാമി എന്ന് പറയുന്നത്. ഇന്റർ കാസ്റ്റ് മാരേജ് എന്താണ്, ഫോർബിഡൻ ആണ്, നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിന് ഉണ്ട് അല്ലേ. ഒരു ഡിസ്ക്രിമിനേറ്ററി സ്വഭാവമുണ്ട്, എക്സ്പ്ലോയിറ്റേറ്റീവ് സ്വഭാവമുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. So we are moving to our next question. 38th question ആണ്. Explain the major characteristics of urban society. Urban society-യുടെ major characteristics ആണ്. Urban society നിങ്ങൾ എഴുതണം, village society നിങ്ങൾ എഴുതണം, rural society നിങ്ങൾ എഴുതണം. മീൻസ് അർബൻ സൊസൈറ്റി ചോദിച്ചാൽ അർബൻ സൊസൈറ്റി മാത്രം എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അർബൻ സൊസൈറ്റി പഠിക്കണം, വില്ലേജ് സൊസൈറ്റി പഠിക്കണം, റൂറൽ സൊസൈറ്റി പഠിക്കണം. മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടല്ല തരുന്നത്. ഇപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻ്റെ ഇടയിലും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഇതിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ സെക്കൻഡറി ഗ്രൂപ്പും പഠിക്കണം. പിന്നെ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ സൊസൈറ്റി പഠിക്കണം, കമ്മ്യൂണിറ്റി പഠിക്കണം. അതിന് ഡിഫറൻസിയേഷൻ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. സോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, അർബൻ സൊസൈറ്റീസ്, വില്ലേജ് സൊസൈറ്റീസ്, പിന്നെ റൂറൽ സൊസൈറ്റീസ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് അർബൻ സൊസൈറ്റിയുടെ മേജർ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. Jobs are not forming. The main work in urban society usually non-agriculture ആണ്. അതായത് ഇത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാം. അർബൻ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും, പോപ്പുലേഷൻ കൂടുതലായിരിക്കും, നോൺ അഗ്രികൾച്ചർ ആയിരിക്കും, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കില്ല, ഇൻറ്റിമസി ഉണ്ടായിരിക്കില്ല, ബിലോങ്ങിങ്നെസ് ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരിക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നോൺ അഗ്രികൾച്ചറൽ വർക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇൻഡസ്ട്രീസിലും മാനുഫാക്ചറിങ്ങിലും ട്രേഡിലും കൊമേഴ്സിലും പ്രൊഫഷണൽ സർവീസിലും ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ്, ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ്, ട്രേഡ്, കൊമേഴ്സ്, പ്രൊഫഷണൽ സർവീസ്, ഇത്രയും ഇതിലായിരിക്കും എന്ത് ചെയ്യുന്നത് അവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹൈ പോപ്പുലേഷൻ ആയിരിക്കും, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരിക്കും. എവിടെ, അർബൻ സൊസൈറ്റിയിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ റൂറലാണ് ചോദിക്കുന്നതെങ്കിലോ പോപ്പുലേഷൻ കുറവായിരിക്കും. സിറ്റീസ് ആൻഡ് ടൗൺസ് ഹാവ് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഒരുപാട് പീപ്പിൾസ് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവും. ദേ ഓൾസോ ഹാവ് മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റ്. മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്, ഒരു വില്ലേജ് ടൈപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവില്ല, ഫ്ലാറ്റ് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ടൗണ് അങ്ങനെയൊക്കെ ആയിരിക്കും എവിടെ ഉണ്ടാവാം. അതൊക്കെ മാൻമെയ്ഡ് ആണല്ലോ, നാച്ചുറൽ നിന്ന് കിട്ടുന്നതല്ലല്ലോ ഈ വില്ലേജ് അല്ല ഫ്ലാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. സോ അതാണ് പറയുന്നത്. ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് അനോണിമിറ്റി. പല കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അനോണിമസ് ആയിരിക്കും. അതായത് ഒരാളതിനെ കുറിച്ച് ഒരാൾക്ക് അറിയുണ്ടാവില്ല. ഇപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആളെ കുറിച്ച് ഇപ്പുറത്തെ ഫ്ലാറ്റിലത്തെ അറിയുണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അർബൻ ഏരിയാസ് ഹാവ് കൾച്ചറൽ ഹെട്രോജനിറ്റി, മീനിങ് പീപ്പിൾ ഫ്രം മെനി കൾച്ചേഴ്സ് ലിവ് ടുഗെദർ. പല കൾച്ചറിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പരസ്പരം അറിയില്ല, അവരുടെ കൾച്ചറിനെ കുറിച്ച് മേ ബി അറിയാമായിരിക്കില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, റിലേഷൻഷിപ്പ് ആർ ഓപ്പൺ ഇംപേഴ്സണൽ ഓർ സെക്കൻഡറി. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇംപേഴ്സണൽ ആയിരിക്കും, സെക്കൻഡറി ആയിരിക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിന് എന്തുണ്ടാവില്ല, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല, ആളുകൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനോണിമിറ്റി ഈസ് കോമൺ. അനോണിമിറ്റി ഈസ് കോമൺ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തമ്മിൽ പരസ്പരം അറിയുന്നുണ്ടാവില്ല. അതായത്
ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ഫ്ലാറ്റുകൾ എടുത്തുള്ള ഫ്ലാറ്റുകളിൽ ആളുകളെ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നതല്ല. അതാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും. പല പല സെറ്റപ്പ് സംഭവങ്ങളും എവിടെ ഉണ്ടായിരിക്കും? അർബൻ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് നല്ല ജീവിത രീതി ആയിരിക്കും ആർക്കുണ്ടാവുന്നത്? അർബൻ സൊസൈറ്റിയിലെ ആളുകൾക്ക് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അർബൻ സൊസൈറ്റി പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്തുകൂടി പഠിക്കണം? റൂറൽ സൊസൈറ്റിയും ട്രൈബൽ സൊസൈറ്റിയും എങ്ങനെയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് അതിൻ്റെ ഒപ്പം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി കൂടി നോക്കുന്നുണ്ട്. റൂറൽ സൊസൈറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി എന്ത് ചെയ്യാം? നമുക്ക് നോക്കി പോവാം. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, ഇത് ക്വസ്റ്റ്യനിലില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഫാക്റ്റ് എന്നുള്ള രീതിയിൽ തരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് ആയിരിക്കും. അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്സിസ്റ്റൻസ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആയിരിക്കും അവരുടെ മെയിൻ എക്കോണമി എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഈസ് ദ ഡോമിനന്റ് ഒക്യുപ്പേഷൻ ആൻഡ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വില്ലേജിൽ അഗ്രികൾച്ചർ ആയിരിക്കും, റൂറൽ ഏരിയാസിൽ. നെക്സ്റ്റ് സ്മോൾ സൈസ് ആൻഡ് ലോ പോപ്പുലേഷൻ. വില്ലേജ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത് അർബൻ ഏരിയൻ്റെ അത്ര വലിയൊരു സൈസിലുള്ളതൊന്നും ആയിരിക്കില്ല, ലോ സൈസ് ആയിരിക്കും. പോപ്പുലേഷനും എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പോപ്പുലേഷനും നമ്മൾ അർബൻ സൊസൈറ്റീനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. വില്ലേജ് കമ്മ്യൂണിറ്റീസ് ആർ ജനറലി സ്മോൾ ഇൻ സൈസ്. വില്ലേജ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻ സൈസ് ആണ്. നെക്സ്റ്റ് ക്ലോസ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അർബൻ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു? അനോണിമിറ്റി ആണ്. ആളുകൾ തമ്മിൽ പരസ്പരം എന്തില്ല? ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു റൂറൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് ആളുകൾ തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. റൂറൽ സൊസൈറ്റീസ് ആർ മാർക്ക്ഡ് ബൈ ഇൻറ്റിമേറ്റ് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ആൻഡ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. എന്താണ്? അവിടെ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് എവിടെ ഉണ്ടായിരിക്കും? റൂറൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നാലാമത്തത് സ്ട്രോങ് ട്രഡീഷൻ ആൻഡ് കിൻഷിപ്പ്. പാരമ്പര്യമായിട്ടുള്ള ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള പല സംഭവങ്ങളും അവർ ഫോളോ ചെയ്ത് വരുന്നുണ്ടാവും. ഇപ്പം ഒരു തൊഴിലാണ് എന്നുണ്ടെങ്കിൽ ആർട്ടിസൻസ് അവരുടെ ഫാമിലി ചെയ്ത അതേ തൊഴിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. കൾച്ചർ അവർ അതേപോലെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതെന്താണ്? റൂറൽ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. കിൻഷിപ്പ്, ബന്ധുത്വം എന്തുണ്ടാവും? അതേ രീതിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. റൂറൽ സൊസൈറ്റി റിച്ച് ഇൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. കൾച്ചറിലും ട്രഡീഷനിലുമാണ് അവരെന്ത് റിച്ച് എന്ന് പറയുന്നത്, അല്ലാതെ ക്യാഷ് കൊണ്ടല്ല റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ഫാമിലി ബീയിങ് എ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മളൊരു അർബൻ സൊസൈറ്റിയിൽ നമുക്ക് അപ്പം എന്തുകൂടി എഴുതാം? ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും ഉണ്ടാകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു റൂറൽ സൊസൈറ്റിയിലാണ് എന്നുണ്ടെങ്കിലോ അവിടെ എന്തായിരിക്കും? അവിടെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. കുറേ കുടുംബങ്ങൾ, അല്ലെങ്കിൽ കുറേ കുടുംബങ്ങൾ എന്നല്ല, നമ്മുടെ അച്ഛൻ്റെ ഏട്ടന് അല്ലെങ്കിൽ ഫാദറിൻ്റെ ഏട്ടന്, ഫാദറിൻ്റെ അനിയന്, അവരുടെ മക്കൾ, കസിൻസ്, അങ്ങനെയുള്ളൊരു ഫാമിലി സിസ്റ്റം എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ റൂറൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. പിന്നെ ടെക്നോളജിക്കലി എന്തായിരിക്കില്ല? അഡ്വാൻസ്ഡ് ആയിരിക്കില്ല. ടെക്നോളജിക്കലി ലെസ് അഡ്വാൻസ്ഡ് ആയിരിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ലെസ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. എന്താണ്? ലെസ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. വലിയ സെറ്റപ്പുകളൊക്കെ ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഒരു എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. പൊല്യൂഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ലോ പൊല്യൂഷൻ ആയിരിക്കും. ഇതൊക്കെ എന്തിൻ്റെ പ്രത്യേകതകളാണ്? റൂറൽ സൊസൈറ്റീൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ട് വേണം എഴുതാൻ. മനസ്സിലായോ? ഈ പോയിന്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരുമ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസിയാണ്. എന്തിന്? എക്സാമിന് വേണ്ടി. ഇതിലൊന്നും നമ്മൾ കാണാതെ പഠിക്കാനുള്ളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഓർത്ത് വെച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റൂറൽ സൊസൈറ്റിയിലായാലും അർബൻ സൊസൈറ്റിയിലായാലും നിങ്ങളുടെ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്? റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും രണ്ടും എന്താണ്?
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വർണ്ണ ആൻഡ് ജാതിയാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമുക്ക് എന്തില്ല, ലിമിറ്റഡായ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും വർണ്ണ ആൻഡ് ജാതി നോക്കുന്നത്. അതും കുറച്ച് പറയാനുള്ളത് കൊണ്ട്, പറയാനെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി എന്തൊക്കെയാണ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി ബാക്കിയുള്ള 69 എന്ന സെറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്.